ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് മേമൻ്റെ അവിടേക്ക് പോകാറുണ്ട്. എപ്പോഴും ഞാൻ ശരത്തേട്ടനും കൂടി മാത്രമേ പോകാറുള്ളൂ. ഫസ്റ്റ് ടൈം ബസ്സിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോകണം. ചേച്ചീൻ്റെ കൂടെ റെയിൽവേ സ്റ്റേഷൻ വരെ ചേച്ചി ഉണ്ടാവും. അതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് ചേച്ചി ഞാനും കൂടെ പോകും. എന്നാൽ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും ഇന്നത്തെ ദിവസം, എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. നോക്കാം എങ്ങനെ. ഒന്നാമത് പെട്ടെന്ന് പോകാൻ തന്നെ എനിക്ക് പേടിയാണ്. എങ്ങനെ പോകണം എന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ചോദിച്ച് പോകാം. ഏട്ടനെ പണിയുള്ള കാര്യം ഒന്ന് ബിസി ചെയ്ത് എന്നെ കൊണ്ടുവിട്ടില്ല. ഇന്ന് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ചെറിയ വ്ളോഗ് എടുക്കാം. അപ്പോൾ പോകാം ഗൈസ്, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഗൈസ്, റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ ഗൈസ്. അപ്പോഴും എൻ്റെ ശരത്തേട്ടനാണ് എന്നെ അവിടെ കൊണ്ടാക്കിയത്. വരില്ല എന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ അവിടെ കൊണ്ടാക്കിയായിരുന്നു, ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയായിരുന്നു. ഞാനപ്പോൾ ചെറിയ ക്ലിപ്പൊക്കെ എടുത്തായിരുന്നു. പിന്നെയാണ് ചേച്ചി വിളിച്ചിട്ട് ബസ്സിനല്ല പോണത്, കാറിനാണ് പോണത്. ഗൈസ്, അപ്പോൾ നമ്മൾ മാമിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് പോലെ ഞങ്ങൾക്ക് അവിടെ കിട്ടി. അതെൻ്റെ ലെക്കാണെന്ന് പറയാം. ഞാൻ ബസ്സിന് പോകാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ ടൗണാളെത്തി ഗൈസ്. ഇതായിട്ടെൻ്റെ കുട്ടി. അപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ട് അപ്പൊ ഇനി അവിടെ പോയിട്ട് കാണിച്ചേരാം ഗൈസ്. മാമിൻ്റെ അവിടെ പോയിട്ട് ഗൈസ്. അപ്പോൾ കുനിയമുത്തൂർ റോഡ് എത്തിയിട്ടോ ഗൈസ്. അവിടെ എത്തുമ്പോഴാണ് നല്ല ഇതായിരുന്നു, കുണ്ടും കുഴിയായിരുന്നു മൊത്തം റോഡ് കേട്ടോ. അപ്പം മാമിൻ്റെ അവിടെ എത്തി, കട എത്തിയിട്ടോ ഗൈസ്. പിരിത് റെഡിയേ കഴിഞ്ഞു അല്ലേ ഗൈസ്? അപ്പം നമ്മളിവിടെ എത്തി ഗൈസ്. മേമ കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എത്തി ഉള്ളു. നാം എന്നത്തെ പോയി ഗൈസ്. അപ്പോൾ ഒരു കുറച്ച് നേരം കഴിഞ്ഞത് പൂക്കടയിൽ വന്നിട്ട് സംസാരിച്ചിട്ട് വീഡിയോ എടുത്തിട്ടിருக்கேன். ஆமாம், நீங்கள் பூ கட்டிருக்கீங்கள, அது காமிச்சு எல்லாருக்கிட்டையும் காமிக்கிறேன் சரிங்களா? ആർക്കിട്ടേ ഗൈസ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ എപ്പോഴും ഇരിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പൂവൊക്കെ ഇവർക്ക് കെട്ടി കൊടുക്കാറുണ്ട്. എനിക്കിഷ്ടമാണ്, പൂ കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കാറുണ്ട് ഓരോ സമയങ്ങളിൽ. കട്ടുന്നതാണ് தெரிஞ்சுக்கிட்டா. ஆனால் ஸ்பீடாக கட்டுறீங்க, ஆனால் கையெல்லாம் வலிக்கும். என்னாச்சு கையில் காமிங்க, வீங்கும். ഗായ്സ്, അപ്പോൾ ചേച്ചി ഇതിനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് റെഡി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നെയും കൂട്ടിയിട്ട്. ചേച്ചി ഞാൻ വീഡിയോ എടുത്തു, എന്തായാലും യൂട്യൂബിൽ കണ്ടോളൂ ഗായ്സ്. അപ്പോൾ ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ഇങ്ങനെ ഓറഞ്ച് എടുത്തിട്ട് മേമിൻ്റെ കണ്ണിലിങ്ങനെ പിച്ചി. മേമയ്ക്ക് അപ്പോഴും ഒരു റിയാക്ഷൻ ഇല്ല. അപ്പം ഞാൻ വേഗം പോയി പിന്നെ ഒരു കൂടി ചെയ്തു. അപ്പോഴാണ് റിയാക്ഷൻ ഒന്ന് കിട്ടിയത് ഗായ്സ്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗായ്സ്, അപ്പോൾ ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇവിടെ ലൂട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടീൻ്റെ അടുത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് നേരം വെറുതെ ഇരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും. എന്താ ഇവിടെ ഒരാൾ ഇങ്ങനെ അങ്ങോട്ട് തിരിയുണ്ട്. നന്നായിട്ട് നോക്ക്, ക്യാമറ അടിപൊളിയായില്ലേ? നോക്ക് ചേച്ചി, ഇത്തിരി മേലെ പൊക്കുന്ന സാധനം എന്താ ഞങ്ങൾ ഒരുപാട് உங்களுக்கு தெரியாத பேரு? ஐயோ, பேர் குட்டிகளா? உங்களுக்கு பேர் வைக்கலையா உங்க அம்மா அப்பா? எனக்கு தெரியும். பாப்பா தான உன் பேரு? உன் பேர் காயத்ரி தானே? உன் பேர் காயத்ரி தானே? தீபா காயத்ரியா? தெரியும், தீபா தானே நீ? பின்ன உன் பேர் என்ன? இவ பேர் என்ன? உன் பேர் காயத்ரி தானே? உன் பேர் காயத்ரி. பின்ன உன் பேர் என்னது? கோகிலா. கோகிலா. கோகிலா அவளே പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. இவளோட வாயில தான் பேசுவா. அப்படியா? ஏன் பேச மாட்டீங்கறீங்க அப்போ? பேசக்கூடாதுன்னு சொல்லிட்டாங்களோ? குடிக்க வேண்டாமா? ക്യൂട്ടായിട്ട് ഒരേപോലെ എല്ലാം. ഗൈസ്, അപ്പോൾ ഇത് മേമിൻ്റെ ഫ്രണ്ട് മേമയ്ക്ക് ഗിഫ്റ്റ് കൊടുത്താണ് കേട്ടോ ഗൈസ്. എനിക്കിഷ്ടമാണ് മീനുകളെ കണ്ടു വെച്ച് എനിക്ക് പ്രാന്താണ്. അങ്ങനെയാണ് കേട്ടോ ഗൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു മീൻ. ഞാൻ നോക്കൂലെന്ന്. ഓ, ഞാൻ തണിയാതെടുത്ത മേമിൻ്റെ ഫ്രണ്ട് ഒരു ഗോൾഡൻ ഫിഷ് വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. നല്ല ചന്തമുണ്ട്, സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ വാ പോവോ.
ഗൈസ് നട്ട്സ് കടയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഇന്ന് നട്ട്സ് കടയിൽ ഞാൻ മേമയും കൂടി ഈവനിങ് വന്ന് കുറച്ച് സാധനങ്ങൾ ഗൈസ്. അപ്പം എൻ്റെ ഷർത്തട്ട ഈവനിങ് എന്നെ വിളിക്കാൻ വേണ്ടി വന്നോട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് കടയാണ്, എൻ്റെ ഫേവറേറ്റ് കടയാണ് ഈ 10 രൂപേൻ്റെ കാളൻ കട കേട്ടോ. ഇതിൽ വന്നിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും, കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി ഉണ്ടാവും, അത് നല്ല ടേസ്റ്റാണ്. എന്നാൽ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ 10 രൂപ കേട്ടോ, നന്നായിരിക്കും, അതെനിക്കിഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഷർത്തട്ടിനെ പിന്നെ എനിക്ക് ക്യാമറ എടുക്കാൻ ഇഷ്ടപ്പെടില്ല, പിന്നെ ഞാൻ അടുത്തായിരുന്നു അങ്ങനെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ എല്ലാം ഓരോരോ പ്ലേറ്റ് വാങ്ങി കഴിച്ചു വന്ന് വീഡിയോ എടുക്കാൻ നമ്മൾ തന്നെ എടുക്കണ്ടേ, അത് തന്നെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞാനും ഷർത്തട്ടിനും കൂടി അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ ലൈറ്റൊക്കെ സൂപ്പറാണ്. ഒന്ന് മേലെ പോയതാണെങ്കിൽ ഇതിനെക്കാട്ട് നന്നായിരിക്കും, ആ കുളത്തിൻ്റെ അടുത്ത് ലൈറ്റൊക്കെയാണ്. പിന്നെ അധികം എടുത്തൊന്നുമില്ല. പിന്നെ അങ്ങനെ വന്നു ഗൈസ്. അപ്പോൾ വീട്ടിലേക്ക് നല്ല സ്റ്റെപ്പ് കയറാനുള്ളത് കാരണം ഞാൻ നിർത്തി ഗൈസ്. ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നലെ ഞങ്ങളവിടെ പോയിട്ട് വന്നു, എന്നെ ഈവനിങ് ഷർത്തട്ടിനെ വിളിച്ചിട്ട് വന്ന് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ മേമ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഞാൻ കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വന്നിട്ട് വീട്ടിൻ്റെ മേലെ കയറുമ്പോഴേക്കും നല്ല ടയേർഡായി, അത് കാരണം ലാസ്റ്റ് പറയാനുള്ളൊരു ടൈം കിട്ടിയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ബൈ.